കൂട്ടത്തിലും ഇതുപോലെയുള്ളവർ ജീവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. 2 മണിക്കൂറോളമായിട്ട് എന്റെ ശ്രദ്ധയിൽ പെടുന്നു. ആ ഒരു വയസ്സായ ഒരു ചേട്ടൻ ഈ പെരും വെയിലത്തിരുന്നിട്ടാണ് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പനങ്കുരു ആണെന്ന്. അപ്പൊ ഈ പനങ്കുരു വൃത്തിയാക്കി അത് കടയിലേക്ക് ഉണക്കി എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയാണ്. ഈ പനങ്കുരുവിന്റെ ഈ തോട് കളയാൻ വേറെ മാർഗമൊന്നുമില്ലേ? ഇതുപോലെ തല്ലി തന്നെ ആക്കണോ? അത് ചില പനയുടെ ചോട്ടിലൊക്കെ ഇതുപോലെ കുരു മാത്രമായിട്ട് കിടക്കണ കാണാറുണ്ടല്ലോ. അതുണ്ട്, അത് കുറേശ്ശെ കിട്ടുള്ളൂ അല്ലെ? അപ്പൊ കൂടുതലും നമ്മൾ ഇതുപോലെയുള്ളത് പറക്കിക്കൊണ്ട് വരണം. ഇപ്പൊ പനങ്കുരുവിന് എന്താ വിലയുള്ളത്? എങ്ങനെയാ? 30 റുപ്യ. പോലെ വൃത്തിയാക്കിയാൽ മാത്രം പോരാ, ഇത് പിന്നെ വെയിലത്തിട്ട് ഉണക്കം വേണോ അല്ലെ? ഉണക്കണോ അല്ലെ? എത്ര ദിവസം ഉണക്കണം നമുക്ക്? 1 ദിവസം ഉണങ്ങിയാൽ മതി. അപ്പൊ തന്നെ കൊണ്ടു കൊടുത്താൽ 30 രൂപയായാലും 30 രൂപ നമുക്ക് അപ്പൊ തന്നെ പൈസ കിട്ടും. ഇത് എന്തിനാ പോണേന്ന് അറിയോ? അതൊന്നും അറിയില്ല അല്ലെ? എന്തായാലും നമ്മൾക്കുള്ള ഒരു ചെറിയൊരു പണിയാണ്, നമുക്കുള്ള ഒരു ചെലവിനുള്ള ഒരു മാർഗ്ഗമാണ്. അത് കണ്ടെത്തുക, അവിടെ കൊണ്ട് കൊടുക്കുക, തൂക്കം നോക്കുക, പൈസ വാങ്ങി പോരുക. അപ്പൊ എന്തായാലും പണി നടക്കട്ടെ.